നമസ്കാരം. ലോകത്തിൻ്റെ 2 ഭാഗങ്ങളിൽ നടക്കുന്ന 2 സെമിനാറുകൾ അല്ലെങ്കിൽ സമ്മേളനങ്ങൾ, അതാണ് ഇന്നത്തെ നമ്മുടെ സെയിലിംഗ് കമൻട്രിയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരെണ്ണം നടക്കുന്നത് വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് ഡൽഹിയിലാണ്. ഇന്നാണ് 7 മുതൽ 9 വരെ 3 ദിവസം. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഈ വിവരം റിപ്പോർട്ടിങ്ങിൽ ഉൾപ്പെടുത്തിയത്. തേരി എന്ന് പറയുന്ന ദി എനർജി റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് തേരി ടു ലോഞ്ച് ഗ്രീൻ ഷിപ്പിംഗ് പോർട്ടൽ പോളിസി ബ്രീഫ്സ് ഫോർ സസ്റ്റൈനബിൾ ക്ലൈമറ്റ് റെസീലിയൻ പ്രാക്ടീസ്. നമ്മുടെ ഡൽഹിയിലുള്ള ഒരു സംഘടനയാണ് തേരി എന്ന് പറയുന്ന സംഘടനയാണ്. എനർജി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ സംഘടനയാണ് ഈ വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹി 7-9 ഫെബ്രുവരി. അപ്പോൾ വളരെ കറണ്ടായിട്ടുള്ള ഒരു കാര്യം അവിടെ ചർച്ച ചെയ്യുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് സെമിനാറുകളെക്കുറിച്ച് അവതരിപ്പിക്കാൻ തോന്നിയത്. വി വിൽ ഓൾസോ ലോഞ്ച് എ ഗ്രീൻ ഷിപ്പിംഗ് പോർട്ടൽ. നമ്മൾ പോർട്ട്, കപ്പൽ, കടൽ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ കടലൊന്നും ആവശ്യമില്ല, കടലും കപ്പലും ഒന്നും ആവശ്യമില്ല. പക്ഷേ ഒരു പോർട്ടൽ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും. അതാണ് നമ്മുടെ ഒരു സമീപനം. വി വിൽ ഓൾസോ ലോഞ്ച് എ ഗ്രീൻ ഷിപ്പിംഗ് പോർട്ടൽ ഡ്യൂറിങ് ദ കോൺഫറൻസ്. വി ആർ ട്രൈയിങ് ടു പുട്ട് എവറിത്തിങ് ഇൻ വൺ പ്ലേസ്. ലോകം മുഴുവൻ കൈക്കുമ്പിളിലാക്കാൻ പോവുകയാണ് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, 2 സമീപനങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. We are trying to put everything in one place, including all information related to ports and shipping, making it available at the national and international level, and tracking practices followed by different ports. ഇന്ത്യയിലെയും ലോകത്തിലെയും ഒക്കെ പോർട്ടുകൾ എന്ത് ചെയ്യുന്നു, ഗ്രീൻ ഷിപ്പിംഗ് ആണ് വിഷയം. പുതിയ എമിഷൻസിനെ കുറിച്ചുള്ള താല്പര്യത്തോടെയാണ് സെമിനാറുകളും പഠനങ്ങളും ഒക്കെ നടക്കുന്നത്. പക്ഷേ ഇതെല്ലാം കൂടി ചുരുട്ടിക്കെട്ടി ഒരു ലാപ്ടോപ്പിനുള്ളിലാക്കിയിട്ടാണ് നമ്മുടെ പ്രവർത്തനം നടത്താൻ പോകുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ചില പഠനങ്ങളും കാര്യങ്ങളും. എന്നിട്ട് നമ്മൾ ലോകത്തിന് ഇൻഫർമേഷൻ എല്ലാം കൊടുക്കും. കപ്പലുകൾ എവിടെ പോകുന്നു, ഏത് പോർട്ടിൽ പോകുന്നു, ഏത് ഫ്യൂവൽ എടുക്കുന്നു, എത്ര എടുക്കുന്നു, അതിലൂടെ എമിഷൻ എത്രയാണ്, എത്ര സേവ് ചെയ്യുന്നുണ്ട്, എത്ര സേവ് ചെയ്യാൻ പറ്റാതെ പോകുന്നു, എത്രത്തോളം ഭൂമിക്ക് ഭാരമാകുന്നു, ഇതെല്ലാം നമ്മൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ ലോകത്തിനും ഇന്ത്യക്കും നൽകിക്കൊണ്ടിരിക്കും. ഗ്രീൻ ഷിപ്പിംഗ് ഈസ് എ കൊളാബറേറ്റീവ് പ്രോഗ്രാം. അങ്ങനെയാണല്ലോ എപ്പോഴും. ഒറ്റയ്ക്കൊന്നും നടത്തണ്ട, നമുക്ക് ആരെങ്കിലുമൊക്കെ നമുക്ക് കൂട്ടിനുണ്ടാകും. ഗ്രീൻ ഷിപ്പിംഗ് ഈസ് എ കൊളാബറേറ്റീവ് പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ടെറി to assist the National Center of Excellence in Green Ports and Shipping. ഈ പറയുന്ന സംഘടനയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. Assist the National Center of Excellence in Green Ports and Shipping, set up by the Ministry of Ports, Shipping and Waterways. മനസ്സിലായല്ലോ? കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് നമ്മൾ ഈ പഠനവും പോർട്ടലും ഒക്കെ സംഘടിപ്പിക്കുന്നത്. The center aims to undertake innovative research on commercially viable biofuel. നമ്മുടെ 155 ദിവസത്തെ പ്രസംഗം തന്നെ. On commercially viable biofuel and biochemical technological solutions, as well as energy saving and renewable energy solutions specific to ports and ships. നമ്മൾ ദീർഘമായി സംസാരിക്കുന്നു. അവരെല്ലാം കൂടി ഒരു പോർട്ടലിൽ ഒതുക്കാൻ പോകുന്നു. ആർക്ക് വേണ്ടി? കേന്ദ്ര സർക്കാരിന് വേണ്ടി. സർക്കാരിലെ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ്, മിനിസ്ട്രി ഓഫ് പോർട്സ്, നമ്മുടെ കപ്പൽ മന്ത്രാലയം. ഇതാണ് നമ്മുടെ ഒരു അപ്രോച്ച്. നമ്മളെല്ലാം ക്യാപ്സ്യൂൾ രൂപത്തിൽ കൊടുക്കുകയാണ്, ഗുളിക രൂപത്തിൽ കൊടുക്കുകയാണ്. ഒരു പോർട്ടൽ കൊണ്ട് നടക്കാവുന്ന ഒരു പോർട്ടലിനകത്ത് നമ്മൾ ബയോഫ്യൂവലിനെ ഒതുക്കും, നമ്മൾ കപ്പലിനെ ഒതുക്കും, നമ്മൾ കണ്ടെയ്നറിനെ ഒതുക്കും. എല്ലാം ഒതുക്കി നമ്മളൊരു പോർട്ടലിൽ കൊണ്ട് നടന്ന് പോക്കറ്റ് പരുവത്തിലാക്കി ലോകത്തിന് കാണിച്ചു കൊടുക്കും. എന്തൊരു മിടുക്കാണ് നമ്മൾ. നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമാണോ? നമ്മളല്ലേ ലോകത്തിനേക്കാൾ വലിയ ആളുകൾ. ലോകത്തിനേക്കാൾ മുന്നോട്ട് പോകുന്നത് നമ്മളല്ലേ. ലോകം ഇതുവരെ ഇത് ചിന്തിച്ച് കാണത്തില്ല.
ഇതാണ് ഡൽഹിയിൽ 7, 8, 9 തീയതികളിൽ നടക്കുന്ന വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ്. പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എനർജി സേവിങ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഷിപ്പിങ്ങും ഗ്രീൻ ഫ്യൂവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സെയിലിംഗ് കമൻട്രി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ പ്രധാന വില്ലൻ നമ്മുടെ ഷിപ്പിംഗ് മന്ത്രാലയമാണ്. മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടായിരിക്കും അവർ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പഠനം നിങ്ങൾ നടത്തുക. അപ്പോൾ മന്ത്രാലയം ഇപ്പോഴും പഠനത്തിൻ്റെ ലോകത്തെ എത്തിയിട്ടുള്ളൂ. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് അടുത്ത റിപ്പോർട്ടിലൂടെ കാണാൻ പറ്റും. അടുത്ത സെമിനാർ കുറച്ച് അകലെയാണ്. മയാമി ബീച്ച്, നമുക്ക് ലോകപ്രശസ്തമായ മയാമി ബീച്ച് ഉണ്ടല്ലോ. ബീച്ച് നറിഷ്മെൻറ്റിലൂടെ പുതിയ ബീച്ചുകൾ സൃഷ്ടിച്ച മയാമി ബീച്ച് ഫ്ലോറിഡ, USA, അമേരിക്കയിലാണ്. 10th IMPCA എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മെത്തനോൾ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് അസോസിയേഷൻ, IMPCA മിനി കോൺഫറൻസ് അമേരിക്ക, ഫെബ്രുവരി 8, 9, നാളെ ഫെബ്രുവരി 8, 9, 2024. എന്താണ് അവരുടെ വിഷയം? അവരുടെ വിഷയം മെത്തനോൾ കച്ചവടമാണ്. അവർ പോർട്ടലിലൊന്നും ഒതുക്കുന്നില്ല. അവർ മൊത്തമായിട്ട് മെത്തനോൾ എങ്ങനെ കച്ചവടം ചെയ്ത് ലോകത്തെ കപ്പൽ ഓടിക്കാം, അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ടിരുന്ന കപ്പൽ മെത്തനോൾ നൽകിയവരെന്ത് ചെയ്തു, എത്ര പൈസ തരാനുണ്ടോ, എത്ര കടം വെച്ചു, ഇനി എത്ര കൊടുക്കണം, ഇനി എത്ര കരാറിൽ ഒപ്പിടണം, എത്ര കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യണം, അതാണ് അവിടുത്തെ വിഷയം. അവർക്ക് പോർട്ടലൊന്നുമില്ല. അവർക്ക് പോർട്ടേ ഉള്ളൂ, അവർക്ക് പോർട്ടലൊന്നുമില്ല. ദി മിനി കോൺഫറൻസ് വിൽ ബി ഓഫ് ഇൻട്രസ്റ്റ് ടു മെത്തനോൾ പ്രൊഡ്യൂസേഴ്സ്, നമ്മുടെ കാര്യമാണ്, മെത്തനോൾ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. നമ്മൾ കൺസ്യൂമർ അല്ല, നമ്മൾ പ്രൊഡ്യൂസറാണ്. ട്രേഡേഴ്സ് വേണമെങ്കിൽ നമ്മൾ ആ കാറ്റഗറിയിലും വരും, ട്രേഡേഴ്സിലും വരും, ഡിസ്ട്രിബ്യൂട്ടേഴ്സിലും വരും. ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക് കമ്പനീസ് നമ്മൾ വരണമെന്നില്ല, നമ്മൾ ഉൽപ്പാദകരാണല്ലോ. ഷിപ്പ് ഓണേഴ്സ്, അതിലും നമ്മൾ വരില്ല. ടെർമിനൽ ഓണേഴ്സ്, തീർച്ചയായിട്ടും നമ്മളാണല്ലോ ടെർമിനൽ ഓണർ. കഴിഞ്ഞത്തുള്ള ഏക ടെർമിനലിൻ്റെ ഓണർ കേരള സർക്കാരാണല്ലോ. ആൻഡ് ഓപ്പറേറ്റർ അദാനിയാണ്. പോർട്ട് അതോറിറ്റീസ്, അതും നമ്മളാണ്. പോർട്ടിൻ്റെ ഉടമ എന്നുള്ള നിലയ്ക്ക് പോർട്ട് അതോറിറ്റീസും നമ്മളാണ്. കൺസൾട്ടൻസ്, ഇൻ ഷോർട്ട് ഓപ്പറേഷൻസ് മാനേജേഴ്സ് ഓഫ് കമ്പനീസ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ, ഹാൻഡ്ലിംഗ്, മൂവ്മെൻറ്റ് ആൻഡ് കൺസംഷൻ ഓഫ് മെത്തനോൾ ആൻഡ് ഡെറിവേറ്റീവ്സ്. ചുരുക്കത്തിൽ ഫ്യൂവൽ എന്നുള്ള നിലയ്ക്ക് മെത്തനോൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഒരു മിനി കോൺഫറൻസ് ആണ് അവിടെ നടക്കുന്നത്, മയാമി ഫ്ലോറിഡയിൽ നടക്കുന്നത്. ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താണ് അവരുടെ അനുഭവം, എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം മോശമാണ്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഈ ഫ്യൂവൽ ഉപയോഗിച്ചപ്പോൾ, തികയാതെ വന്നു, ഏതൊക്കെ പോർട്ട് തന്നു, എവിടെ തന്നില്ല, ആരൊക്കെ തരാമെന്ന് പറഞ്ഞു വാക്കുമാറ്റി, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുന്ന ഒരു മിനി കോൺഫറൻസ് ആണ് അവിടെ നടക്കുന്നത്. ആരൊക്കെയാണ് ആ കോൺഫറൻസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്? അറ്റ്ലാന്റിക് മെത്തനോൾ, മിറ്റ്സുയി ആൻഡ് കമ്പനി, വാലൻസ്, മിറ്റ്സുബിഷി ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ. പ്രധാനപ്പെട്ട സ്പോൺസർമാർ ഇവരൊക്കെയാണ്. ഒരു കാര്യം കൂടി അവർ യോഗത്തിൽ, ഈ പറയുന്ന മിനി കോൺഫറൻസിൽ ഒരു തീരുമാനം കൂടി എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ആസ് ഇൻ പ്രീവിയസ് ഇയേഴ്സ്, excellent networking opportunities have been included in the program to allow for business development. അവർക്ക് കച്ചവടം മാത്രമേ ഉള്ളൂ. ഡോളർ നിരക്കിൽ കച്ചവടം എത്രത്തോളം, കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയതിനേക്കാൾ എക്സലൻ്റ് ആയിട്ട് നമ്മൾ പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആസ് ഇൻ പ്രീവിയസ് ഇയേഴ്സ്, എക്സലൻറ്റ് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ്. ആരൊക്കെയായിട്ട് കൈ കൊടുക്കണം, വാങ്ങുന്നതാര്, വിൽക്കുന്നതാര്, എത്ര ടൺ എടുക്കും, എത്ര ടൺ എവിടെ കൊടുക്കണം, ബങ്കറിങ് എവിടെ നടത്തണം, ഏത് പോർട്ടിൽ നടത്തണം എന്നൊക്കെ കൈകൊടുത്ത് കരാർ ഒപ്പിടാൻ പറ്റുന്ന നെറ്റ്വർക്കിംഗ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൂടി നിങ്ങൾക്ക് മയാമി കോൺഫറൻസിൽ വന്നാൽ സാധിച്ചെടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ എന്തായിരുന്നു? ആദ്യത്തേത് ഗുളിക രൂപത്തിലുള്ള പോർട്ടലായിരുന്നെങ്കിൽ ഇവിടെ യഥാർത്ഥത്തിൽ കപ്പലെടുക്കുന്ന പോർട്ടും അത് സംബന്ധിച്ചുള്ള കരാറുകളും. ഇതാണ് ഇന്ത്യയും ലോകരാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഇപ്പോഴും നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 24 നമ്മുടെ വിഷയമല്ല, 23, 24 നമ്മുടെ വിഷയമല്ല, നമ്മുടെ വിഷയം 47. ഇവിടെ കഴിഞ്ഞ വർഷം നടന്നതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് 24 നമുക്ക് എത്ര കോടിയുടെ,
എത്ര ബില്യൺ ഡോളറിൻ്റെ കച്ചവടം നമുക്ക് കരാർ ഉറപ്പിക്കാം എന്നുള്ളതാണ് മയാമിയിൽ നടക്കുന്ന കരാറെങ്കിൽ, സമ്മേളനമെങ്കിൽ, ഇവിടെ ഡൽഹിയിൽ പോർട്ടൽ ഉണ്ടാക്കി ക്യാപ്സ്യൂൾ കളിക്കുകയാണ്. ഇങ്ങനെയാണ് ഇന്ത്യ ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്ന് പറയുവാനാണ് ന്യൂഡൽഹിയിലെ ഈ കോൺഫറൻസ്, മിനിസ്ട്രി ഓഫ് പോർട്സ് സ്പോൺസർ ചെയ്യുന്ന കോൺഫറൻസ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നടത്തപ്പെടുന്ന കോൺഫറൻസും അമേരിക്കയിൽ നടക്കുന്ന കോൺഫറൻസും എന്നുള്ള വ്യത്യാസം പ്രേക്ഷകർ തിരിച്ചറിയണമെന്നുള്ള അഭ്യർത്ഥനയാണ് ഈ റിപ്പോർട്ടുകളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്.